അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പുലർച്ചെ മുതൽ അഫ്ഗാനിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തി. ഏറ്റുമുട്ടലിൽ 133 അഫ്ഗാൻ താലിബാൻ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും 2 പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതിർത്തിയിൽ 55 പാക് സൈനികരെ വധിച്ചതായി അഫ്ഗാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ പാകിസ്ഥാൻ നടത്തുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ, ഓപ്പറേഷൻ ഗസബ് ലിൽ ഹഖ് എന്ന് പേരിട്ട ഓപ്പറേഷനാണ് പാകിസ്ഥാന്റെ സൈനിക ഓപ്പറേഷൻ. നീതിക്കായുള്ള ക്രോധം എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സൈനിക നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും ഒരു തുറന്ന യുദ്ധത്തിന് സമാനമായ ഏറ്റുമുട്ടലിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാബൂൾ, കണ്ടഹാർ, പക്തിയ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ അഫ്ഗാൻ താലിബാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വലിയ വ്യോമാക്രമണമാണ് നടത്തിയത്. നങ്കർഹാർ പ്രവിശ്യയിലെ ഒരു വെടിക്കോപ്പ് ശാല പാക് ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുണ്ട്. 2 സൈനിക ബ്രിഗേഡ് താവളങ്ങൾ പാകിസ്ഥാൻ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ മാസങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളാണ്. എന്താണ് ഇപ്പോൾ ഈ ഓപ്പറേഷനിലേക്ക് എത്തിച്ച സാഹചര്യങ്ങളെന്ന് നോക്കിയാൽ, മാസങ്ങളായി തുടരുന്ന അസ്വസ്ഥതയാണ് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ. യുദ്ധത്തിന്റെ വക്കിൽ വരെ ഒരു ഘട്ടത്തിൽ എത്തിയ ഏറ്റുമുട്ടൽ വെടിനിർത്തലിൽ കലാശിച്ചതാണ്. 2025 ഒക്ടോബറിൽ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ചത് ഖത്തറും തുർക്കിയുമായിരുന്നു. അതിനുശേഷവും ചെറുതും വലുതുമായ ചില ഏറ്റുമുട്ടലുകൾ അവിടെ നടന്നു. അതാണ് ഇപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. എന്നാൽ ലക്ഷ്യമിട്ടത് ജനവാസ മേഖലയായിരുന്നു എന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചു. ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സംഭവത്തെ ഇന്ത്യ ഉൾപ്പെടെ അപലപിച്ചതാണ്. ഈ ആക്രമണത്തിന് തിരിച്ചടിയായാണ് വ്യാഴാഴ്ച വൈകുന്നേരം ചിത്രാൽ, ഖൈബർ, മോമന്ത്, ഹുറം, ബജൌർ സെക്ടറുകളിൽ അതിർത്തിക്കപ്പുറത്തുനിന്ന് അഫ്ഗാനിസ്ഥാൻ വെടിവെപ്പ് നടത്തിയത്. അഫ്ഗാൻ താലിബാൻ വെടിവെപ്പ് നടത്തി. ഇതിൽ പാക് അഫ്ഗാൻ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് ഇത് കടന്നു. 55 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായി താലിബാൻ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ 2 സൈനിക താവളങ്ങളും 19 പോസ്റ്റുകളും പിടിച്ചെടുത്തതായി താലിബാൻ അവകാശപ്പെട്ടു. അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിച്ച ഒരു പാക് വിമാനം വെടിവെച്ചിട്ടതായും തങ്ങളുടെ 8 സൈനികർ കൊല്ലപ്പെട്ടതായും അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നു. പക്ഷേ ഇതെല്ലാം പാകിസ്ഥാൻ നിഷേധിക്കുകയായിരുന്നു. ഇതൊക്കെ നിഷേധിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായി യുദ്ധത്തിലാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങൾ തുറന്ന യുദ്ധത്തിലാണ് എന്നതാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത്. തങ്ങളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കി. പ്രകോപനമില്ലാതെ വെടിവെച്ചുവെന്നും തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ യുദ്ധത്തിലാണ് എന്ന് തന്നെ പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പാക് വ്യോമാക്രമണത്തിന് പിന്നാലെ അതിർത്തി മേഖലകളിൽ താലിബാൻ തിരിച്ചടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ടോർഖാം അതിർത്തിയിൽ പുതിയ ഏറ്റുമുട്ടലുകൾ നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രധാന അതിർത്തി കവാടമായ ടോർഖാമിൽ വെള്ളിയാഴ്ച മുതൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണങ്ങളും തുടർന്നു വരികയാണ്. അതിർത്തിയിലേക്ക് കൂടുതൽ അഫ്ഗാൻ സൈനികർ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതരത്തിൽ ഈ രീതിയിൽ ഇത് എസ്കലേറ്റ് ചെയ്യുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവിടുന്നത്. അതിർത്തിക്കടുത്തുള്ള ഒമാരി അഭയാർത്ഥി ക്യാമ്പിന് നേരെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നോക്കൂ, ഇറാൻ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ്. ഇറാൻ അമേരിക്ക യുദ്ധം എപ്പോൾ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ ആ സാഹചര്യത്തിലും ഇറാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പാകിസ്ഥാൻ
കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ അയൽ രാജ്യത്ത് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവിച്ചത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും ഇന്ത്യ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭീകരവാദം അവസാനിക്കാതെ പാകിസ്ഥാനോട് വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യ അഫ്ഗാനുമായി ഇപ്പോൾ നല്ല ബന്ധം പുലർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം അത് നമ്മളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്തായാലും ഈ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെയാണ് ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നത്. ഇറാൻ, തുർക്കി, ഖത്തർ എന്നീ രാഷ്ട്രങ്ങൾ മധ്യസ്ഥ ശ്രമം നടത്തുമോ? വീണ്ടും യുദ്ധം അതോ ഈ യുദ്ധം കടുക്കാനാണോ പോകുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും നമ്മളുടെ അയൽ രാഷ്ട്രങ്ങളാണ്, അവിടെയാണ് വലിയ രീതിയിലൊരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാതെ യാതൊരു തരത്തിലും ഒരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതേസമയം നയതന്ത്ര ബന്ധം അഫ്ഗാനുമായി മെച്ചപ്പെട്ടു വരുന്നൊരു സാഹചര്യവുമാണ്. അപ്പോൾ ഈ സാഹചര്യമൊക്കെ നമ്മുടെ രാഷ്ട്രം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും അയൽ രാഷ്ട്രമായതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവിടെ അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നു എന്നതൊക്കെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.